നമസ്കാരം. ഇന്നത്തെ ശുഭദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തേതായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗത്തിൽ കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ് നടക്കുന്നത്. ശ്രീകൃഷ്ണൻ സ്വർഗലോകപ്രാപ്തി ചെയ്ത ദിവസം മുതൽക്കാണ് കലിയുഗം തുടങ്ങുന്നത് എന്നാണ്. ആ ദിവസം കണക്കാക്കി നോക്കുമ്പോൾ ഇന്ന് 18,72,408ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ച് ഇന്ന് 1200-ാം ആണ്ട് കർക്കിടക മാസം 1-ാം തീയതിയാണ്. ഇന്ന് രാമായണ മാസം ആരംഭിക്കുന്ന ദിവസവുമാണ്. ഇന്നത്തെ ദിവസം വ്യാഴമാണ്. ശകവർഷ കണക്കനുസരിച്ചിട്ട് 1947 ആഷാഢമാസം 26-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 17 ഇന്ന് തിഥി വരുന്നത് സപ്തമിയാണ്. കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥിയാണ് ഇന്ന്. കരണം വിഷ്ടികരണമാണ്. ഞാറ്റുവേല പുണർദം ഞാറ്റുവേലയാണ്. പുണർദം ഞാറ്റുവേല കർക്കിടക മാസത്തിലാണ് സാധാരണ വരുന്നത്. കർക്കിടക മാസത്തിലേ വരുള്ളൂ. ഇന്ന് നിത്യയോഗം അതികണ്ഠനാമ നിത്യയോഗമാണ്. ഇന്ന് സൂര്യോദയം വരുന്നത് രാവിലെ 6:15:06 സൂര്യോദയം വരുന്നത്. അസ്തമയം വരുന്നത് 6 മണി വൈകിട്ട് 6:45:03 അസ്തമയം സംഭവിക്കുന്നത്. ഈ സൂര്യാസ്തമയവും സൂര്യോദയവും പറയുന്നത് മധ്യകേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ്. ഇതിന് ഏതാനും നാഴിക വിനാഴികകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ വ്യത്യാസം വരാവുന്നതാണ്. മധ്യകേരളത്തിൽ നിന്ന് ഉത്തര ദിക്കിലേക്കോ ദക്ഷിണ ദിക്കിലേക്കോ പോകുമ്പോൾ. ഇത് ദക്ഷിണായന കാലം തുടങ്ങുന്ന ദിവസമാണ്. സൂര്യൻ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്ന ദിവസം മുതൽക്കാണ് ദക്ഷിണ അയനകാലം. അങ്ങനെ 6 മാസം, ഇനിയുള്ള 6 മാസക്കാലം സൂര്യന്റെ ദക്ഷിണ അയനകാലം നടക്കുന്ന കാലമാണ്. ദിനമാനമാകട്ടെ ഇന്ന് 12 മണിക്കൂർ 29 മിനിറ്റ് 57 സെക്കൻഡാണ് ഇന്നത്തെ ദിനമാനം. ദിനമാനം എന്ന് വെച്ചാൽ പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 2:03 തുടങ്ങി 3:37 വരെയുള്ള സമയത്താണ് രാഹുകാലം സംഭവിക്കുന്നത്. ഗുളികകാലം വരുന്നത് രാവിലെ 9:22 മുതൽക്ക് 10:56 വരെയുള്ള സമയത്ത് ഗുളിക കാലമാണ്. യമകണ്ഠക കാലമാകട്ടെ രാവിലെ 6:15 തുടങ്ങിയിട്ട് 7:48 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ഗുളിക കാലം, യമകണ്ഠകാലം, അതുപോലെ രാഹുകാലം, ഇത് 3ഉം വർജ്യങ്ങളായിട്ടുള്ള സമയമാണ്. ആ സമയത്ത് പുതിയ യാത്ര തുടങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർജിക്കേണ്ട കാലമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. ചിങ്ങക്കൂറിൽ വെച്ച് നോക്കുമ്പോൾ അഷ്ടമത്തിലാണ്, 8ാം ഭാവത്തിലാണ് ചന്ദ്രൻ. ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ദിവസം പൊതുവെ നല്ല ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഈ ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രം നാളുകാരാണ്. ഈ 3 നാളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമല്ല. പ്രധാനപ്പെട്ടതല്ലാത്തതായ കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. എങ്കിലും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള യാത്രകളോ അല്ലെങ്കിൽ സംരംഭങ്ങളോ ഇന്നേ ദിവസം അവർ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സൗരമായിട്ടുള്ള സൂര്യവംശത്തിൽ നിന്ന് ഉത്ഭവിച്ച വ്യക്തിയാണ്. ആ സൂര്യവംശജൻ എന്ന് പറയുമ്പോൾ അച്ഛനെയും ചന്ദ്രൻ കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അമ്മയെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് പുണർദം നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത്. പുണർദം ഞാറ്റുവേലയും ഈ കർക്കിടകത്തിലാണ് വരുന്നത്. ഇവയെല്ലാം കൂടെ യോജിക്കുന്നതായിട്ടുള്ള മാസം എന്നുള്ള നിലയ്ക്ക് കർക്കിടക മാസം പൊതുവെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ കർക്കിടക മാസം 1-ാം തീയതി മുതൽക്ക് നമുക്ക് രാമായണ കഥകൾ ഉരുവിടുകയും അതിൽ നിന്നുള്ള തത്വങ്ങൾ ഗ്രഹിക്കുകയും ശ്രീരാമരാജ്യം വീണ്ടും ഭാരതത്തിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആവാം. നമസ്കാരം.